സുഹൃത്തുക്കളെ, നമ്മളടുത്ത് നിന്നൊരു ചൈന വല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അതായിട്ട് നമ്മളെ കുളത്തിലൊരു പരീക്ഷണം നടത്തുക. നമ്മൾ വലിയ പിടുത്തക്കാരൊന്നുമല്ല, പക്ഷെ നമ്മളിവിടെ പിടിച്ചൊരു 4-5 മീനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ അതിന് ഒരു കയറുണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കയറുണ്ട്, പിന്നെ ഒരു റൗണ്ടിലുള്ള വലയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കയ്യിൽ ഇത് ജസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഈ കയറൊന്ന് ചുരുട്ടി പിടിക്കുക കേട്ടോ. കയ്യിൽ അത്യാവശ്യം നമ്മളൊന്ന് കയറിലൊന്ന് ചുരുട്ടി പിടിക്കുക. കയർ അത്യാവശ്യം നീളമുണ്ട്, വരണുണ്ട്. എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെയാണ് ഇതിൻ്റെ ഇത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഈ തങ്കീസാണ് വരുന്നത്. പിന്നെ ഇതാ ഇതിനൊരു കപ്പ് വരുന്നുണ്ട്, വലയും കപ്പൊക്കെ പാടിയുള്ള ഒരു സംഭവം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ നമ്മളെ ഈ കൈയിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ വല ചുരുട്ടി പിടിച്ചില്ല, ഇതിൻ്റെ പിടിക്കും കൊണ്ട് നമ്മളത് ഇവിടെ കയറ്റി പിടിക്കുക. ഇതും നമ്മളൊന്ന് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ വല എന്താ ചെയ്യുക, ഇത് കണ്ടില്ല, ഇത് ഇങ്ങനെയാണ് നിൽക്കുക. നമ്മൾ ശരിക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിർത്തുക. കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് ഈ വല ഒന്നും ഇങ്ങനെ ചുരുട്ടി പിടിക്കട്ടോ. ഇനി ഇതിൽ പിടിച്ചിട്ടുണ്ട്, ഇതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റിങ് റൗണ്ടാണ് വരുന്നിട്ടുള്ളത്. ഈ റൗണ്ടിൽ പിടിച്ചിട്ടാണ് നമ്മൾ എറിയേണ്ടത് കേട്ടോ. ശരിക്ക് ഇതിങ്ങനെ എടുത്ത് നല്ല കുടഞ്ഞാണ്ട് വീശി കഴിഞ്ഞാൽ നമുക്ക് സാധാ വല വീശണ ആ പണിയൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ അവർ പറയണത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 4-5 മീനെ കിട്ടി. ഇതാണ് നമ്മളെ പരിപാടി. ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഇറങ്ങി നിന്നിട്ട് ഈ രീതിയിൽ ഇതിങ്ങനെ പിടിക്കുക. അങ്ങനത്തെ പരിപാടി. ചെറുതായിട്ടൊന്ന് കുടുങ്ങി കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കല്ല് കച്ചറകളുള്ള സ്ഥലങ്ങളിൽ പരമാവധി ഒന്ന് ഒഴിവാക്കാം. ഇതിപ്പോൾ ഇവിടെ വലിയ കച്ചറൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളൊന്ന് ഊര് എടുക്കാനുള്ള തന്നെ ഉള്ളു. മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല കടുവാണുള്ളത്, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുടുങ്ങിയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം ഞാൻ കാണിച്ചു തന്നാ കേട്ടോ. നമുക്കിപ്പോൾ കിട്ടിയ മീൻ മുബശ്ശിറ, നമുക്ക് കിട്ടിയ മീനൊന്ന് കാണിച്ചു കൊടുത്ത തൽക്കാലം. നമ്മളിവിടെ നാടൻ കടു എന്ന് പറയും, ചീളക്കടുവാണ്. നല്ല കുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കടച്ചിലാട്ടോ. ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്കൊരു 5-8 മീനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ആ ഉണ്ട്, മുബശ്ശിറിൻ്റെ ഇതാണ്. അല്ല കടുവല്ല, കുറച്ച് സൈസുള്ള കല്ല്. എന്താ നദി കിട്ടാം. ഇവിടെ നദിക്കൊന്ന് അടിച്ചാ മുബശ്ശിറ സാധനം ഉണ്ട് കേട്ടോ.